നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലൂമൻ എന്നാണ്. അപ്പോൾ അതൊരു ഗ്ലോബൽ ഇലൂമിനേഷനും റിഫ്ലക്ഷനും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ലൂമൻ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അത് പ്രൊജക്ട് സെറ്റിംഗ്സ് ഉണ്ട്. ആ പ്രൊജക്ട് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെൻഡറിങ്ങിൻ്റെ അകത്ത് ലൂമൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റും. ആ എഞ്ചിൻ്റെ അകത്താണ് നമുക്ക് റെൻഡറിങ്ങിൻ്റെ അകത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഗ്ലോബൽ ഇലൂമിനേഷൻ്റെ അകത്താണ് നമുക്ക് ലൂമൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഗ്ലോബൽ ഇലൂമിനേഷൻ, അതിൻ്റെ അകത്ത് ഡൈനാമിക് ഗ്ലോബൽ ഇലൂമിനേഷൻ മെത്തേഡ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ലൂമൻ ആക്കുക. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ മെത്തേഡ് ലൂമൻ ആക്കുക. ഞാൻ തൽക്കാലം ഇതിനൊന്ന് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്തുനിന്നും ആക്ടേഴ്സിൻ്റെ അകത്ത് പ്ലേസ് ആക്ടേഴ്സിൻ്റെ അകത്തുനിന്ന് ഒരു ക്യൂബിനെ എടുത്ത് ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ഞാൻ ഇതിനൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ നോർമലാണ്. ഇപ്പോൾ ലൂമൻ ഞാൻ എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ലൂമൻ നമുക്കൊന്ന് എനേബിൾ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. സെറ്റിംഗ്സ് എടുക്കുക, വീണ്ടും പ്രൊജക്ട് സെറ്റിംഗ്സ് എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും നേരത്തെ എടുത്ത പോലെ തന്നെ റെൻഡറിങ് എടുക്കുക. റെൻഡറിങ്ങിൻ്റെ അകത്ത് നമ്മൾ ഗ്ലോബൽ ഇലൂമിനേഷൻ്റെ അകത്ത് എടുത്തിട്ട് ഗ്ലോബൽ ഇലൂമിനേഷൻ എടുക്കുക, നണ്ണ് മാറ്റുക, ലൂമൻ എടുക്കുക. അപ്പോൾ അൺറിയൽ 5 മുതൽ ഇതെല്ലാം ഈ ലൂമൻ അപ്ഡേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ ക്യാപ്ചർ റെസൊല്യൂഷൻ അത് 128 ആണ്. അത് മാക്സിമം കൂട്ടുക. സിസ്റ്റം പെർഫോമൻസ് അനുസരിച്ച് അത് നമുക്ക് കൂട്ടാം. ഞാനിപ്പോൾ തൽക്കാലം 256 കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഡെപ്ത് നമുക്ക് അറിയാൻ പറ്റും. ലൂമൻ ഇല്ലായിരുന്നപ്പോഴും ഉള്ളപ്പോഴും ഉള്ള ആ ഒരു ഗ്ലോബൽ ഇലൂമിനേഷൻ്റെ വ്യത്യാസം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ടെക്സ്ചർ നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊരു ന്യൂ മെറ്റീരിയൽ, ഇത് ഈ ഒരു ബോക്സിൻ്റെ മെറ്റീരിയലാണ് ഈ കിടക്കുന്നത്. നമുക്കൊരു പുതിയ മെറ്റീരിയൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മെറ്റീരിയൽ എടുക്കുക, ന്യൂ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് ബേസ് കളറുണ്ട്. ആ ബേസ് കളറിനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കോൺസ്റ്റൻറ്റിൻ്റെ അകത്ത് കോൺസ്റ്റൻറ്റ് 4 വെക്ടർ അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ 3 കോൺസ്റ്റൻസ് ആണ് വരുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ റെഡ് കൊടുക്കുകയാണ് ഇതിൻ്റെ അകത്ത്, കംപ്ലീറ്റ്ലി റെഡ് കൊടുത്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തിട്ട് ഇതിനെ സേവ് ചെയ്യാം. ഓക്കെ, ആ ടൈം എടുത്തു, സേവ് ആയിട്ടുണ്ട്. സെലക്ട് ചെയ്യുക, ഈ ഒരു മെറ്റീരിയലിനെ ഡ്രാഗ് ചെയ്തിടുക. ഡ്രാഗ് ചെയ്തിടുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ക്യൂബും കൂടെ എടുക്കാം. ആ ഒരു ക്യൂബും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട്, ഓക്കെ, എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂമൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ റിഫ്ലക്ഷൻ കൂടെ ഡയറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചർ വഴി നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നമുക്ക് നോക്കാം. കുറച്ചും കൂടെ നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ബേസ് കളറിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, MSC കളർ എടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് കോൺസ്റ്റൻ്റ് എടുക്കുക. കോൺസ്റ്റൻ്റ് അകത്ത് കോൺസ്റ്റൻ്റ് 4 വെക്ടറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറൊരു കളറും കൂടെ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്ലൂ കൊടുത്തിട്ട് ഓക്കെ എടുത്തു. അതിനുശേഷം നമുക്കൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് ക്ലോസ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് തിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ റിഫ്ലക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റിൽ വന്ന് പതിക്കുന്നതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നമുക്ക് ലൈറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി തന്നെ നമുക്ക് ലൂമിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ലൈറ്റ് എമിഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ലൈറ്റ് സോഴ്സ് ഉണ്ട്. ആ ലൈറ്റ് സോഴ്സിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് സ്കൈ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ലൈറ്റ്സ് ഉണ്ട്. ലൈറ്റ്സിൻ്റെ റിമൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഇതിൻ്റെ നമ്മൾ ഈ ഔട്ട്ലൈനർ ഉണ്ടല്ലോ, ഈ ഔട്ട്ലൈനറിൻ്റെ അകത്ത് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ചേഞ്ച്, ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് അതിലോട്ട് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് നമ്മളൊരു ടെക്സ്റ്റ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിനോട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡൗട്ട്സ് നമുക്ക് ആ ഒരു അൺറിയൽ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും.